ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വൃശ്ചികം, ധനു, മകരം മാസത്തിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കരിയിലയൊക്കെ വീണ് കിട്ടും അല്ലേ. നമ്മുടെ പറമ്പിൽ എവിടെ നോക്കിയാലും കരിയിലയായിരിക്കും. അപ്പം ആ കരിയിലയൊക്കെ നമ്മൾ വെറുതെ പാഴാക്കി കളയാതെ നമുക്ക് അടിപൊളിയായിട്ടൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറച്ചൊക്കെ കരിയില നമ്മൾ കത്തിക്കാറുണ്ട്. കത്തിച്ച് നമുക്ക് എന്തായാലും കത്തിക്കരുതെന്ന് പറഞ്ഞാലും നമ്മുടെ കൃഷിക്ക് ആവശ്യമായ ചാരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് കരിയിലൊക്കെ കത്തിച്ചെങ്കിലേ മതിയാവത്തുള്ളൂ. പിന്നെ കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, കമ്പോസ്റ്റ് ആക്കും. കുറച്ച് നമ്മൾ നമ്മുടെ ഗ്രോ ബാഗിനകത്തൊക്കെ നിറയ്ക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 5 പൈസ ചിലവില്ലാതെ നമുക്ക് എങ്ങനെയാണ് ഈ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ എൻ്റെ കരിയില ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്നതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ദാണ്ട് ഇവിടെ കുറച്ച് ചാക്കിനകത്ത് കരിയില കമ്പോസ്റ്റ് ആക്കി വെച്ചേക്കുന്നതുണ്ട്, ആകാനായിട്ടിരിക്കുന്നതുണ്ട്. ഇനി കുറച്ച് ഡെയിലി ഇങ്ങനെ വാരുന്ന കരിയിലകളൊക്കെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ കുറച്ചിങ്ങനെ വാരിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് തേക്കിൻ്റെ ഇലയൊന്നും ഉപയോഗിക്കാറില്ല, പുളിയുടെ ഇല അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ റബ്ബറിൻ്റെ ഇല അതൊന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ കുറേ കരിയില നമ്മൾ വാഴ നട്ടപ്പോൾ അതിനുപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ നമ്മൾ കൂട്ടിയിട്ടേക്കുന്ന ചേന, കാച്ചിൽ, ചെമ്പൊക്കെ നടുമ്പോഴത്തേക്ക് ആ തടത്തിലിടാനായിട്ട് നമ്മൾ കുറച്ച് മാറ്റി വെച്ചേക്കണം. അപ്പം ചാക്കല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിടത്ത് കൂട്ടിയിട്ടിട്ടും കൂടെ നിങ്ങൾക്ക് എന്തുണ്ടാക്കാം, ഈ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അപ്പം ഞാൻ എന്തായാലും ഒരു ചാക്കിനകത്ത് നിറച്ചിട്ട് നിങ്ങളെ എങ്ങനെയാണ് ഈ കമ്പോസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കണ്ടോ, ഇതെല്ലാം ഡെയിലി വാരുന്ന കരിയിലയാണ്. പണ്ടൊക്കെ കരിയിലെന്ന് പറഞ്ഞാൽ പോലും അറിയാത്തവരായിരുന്നു. നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയപ്പോഴേ കണ്ടോ, നല്ല ഉണങ്ങിയ ഇലയാണ് കരിയിലെന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതായ ഓരോ കമ്പോസ്റ്റുകളൊന്ന് കണ്ടു നോക്കണേ. കരിയില കമ്പോസ്റ്റാണ്. അപ്പം കണ്ടാൽ വിചാരിക്കും ചാണകപ്പൊടിയാണ്. ഇതിപ്പം കുറച്ച് നാളായതാണ് ഇത്. ഇതൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ, നമ്മുടെ ഇഞ്ചി നടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇഞ്ചി നടുമ്പം അതും ഗ്രോ ബാഗിനകത്ത് നടാനായിട്ടാണ്. കണ്ടോ, കരിയിലെല്ലാം പൊടിഞ്ഞ് നല്ല അടിപൊളിയായിട്ടായിരിക്കുന്നത്. പിന്നെ ഇത് പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ സഞ്ചിയൊക്കെ നമ്മുടെ കോഴിക്ക് തീറ്റ മേടിക്കുന്ന സഞ്ചിയാണ്. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നല്ല കറുകറാന്നിരിക്കുന്നുണ്ടോ, നല്ല അടിപൊളി വളമാട്ടോ. പടിക്കോട്ട് ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുക കണ്ടോ. അപ്പോൾ അതിനിങ്ങനെ മൂടി അങ്ങോട്ട് വെച്ചേക്കാം. അപ്പം കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ചാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിയില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രോ ബാഗിനകത്തൊക്കെ നിറയ്ക്കുന്ന മണ്ണ് നേരത്തെ ട്രീറ്റ് ചെയ്തൊക്കെ ഇട്ടിരുന്ന മണ്ണാണ്. ഇപ്പോൾ അല്ലാത്ത മണ്ണായാലും കുഴപ്പമില്ല. നല്ല പുളിച്ച കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈ കാലിയായിട്ടുള്ള നമ്മുടെ ചാക്കിനകത്തോട്ട് കുറച്ച് കരിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇടുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ, ആദ്യം തന്നെ ഇതിനകത്ത് സ്വല്പം മണ്ണ് ഇട്ട് കൊടുക്കണേ. ആദ്യം കുറച്ച് മണ്ണ്, അത് പറമ്പിൽ കിടക്കുന്ന അതേ ഒരു പ്രതീതി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് മണ്ണിടുന്നത്. പിന്നെ ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കരിയില കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. അതിനകത്തോട്ട് ഇനി ഒരു 2 കപ്പ് പുളിച്ച കഞ്ഞിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ആ മണ്ണ് കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കരിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓരോ പ്രാവശ്യം കരിയില ഇടുമ്പോഴത്തേക്കും നന്നായിട്ട് അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ മേലോട്ടും കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. രണ്ട് കപ്പ് പുളിച്ച കഞ്ഞിവെള്ളം. ഇനി നമുക്ക് മണ്ണില്ല, അതല്ല മണ്ണ് കുറവേ ഉള്ളൂ, ചാണകം കിടപ്പുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചാണകം ഇട്ട് കൊടുക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാമെന്ന് കേട്ടോ. ചാണകം ഇട്ട് കൊടുത്താലും നല്ലതാണ്. ഇനി പച്ചിലകൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ പച്ചിലകളും ഇട്ട് കൊടുക്കാം. ഇത് കൂടുതലും മാവിൻ്റെ കരിയില, പ്ലാവിൻ്റെ കരിയിലൊക്കെ കൂടുതൽ ഇതിനകത്ത്.
ഓരോ പ്രാവശ്യവും നന്നായിട്ട് അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കണം. കാരണം ഇതങ്ങ് പൊടിഞ്ഞങ്ങ് പോകുമല്ലോ. പിന്നെ അതുമല്ല നമ്മൾ ആക്കി വെച്ചേക്കുന്നുണ്ടല്ലോ, കരിയില കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇട്ട് കൊടുക്കാം. കണ്ടോ, കരിയില കമ്പോസ്റ്റ് ആക്കിയത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും വെള്ളം, കഞ്ഞി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്ക് നിറച്ച് കൊണ്ടുവരാമേ. അപ്പം നമ്മുടെ കരിയില നിറച്ച സഞ്ചി നിറഞ്ഞു കഴിഞ്ഞു. അപ്പം മേളിൽ നമുക്ക് കുറച്ച് മണ്ണ് അതേപോലെ ഇട്ട് കൊടുക്കാം. കുറച്ചേ ഇടുന്നുള്ളൂ, കണ്ടോ. അതുപോലെ തന്നെ ചാണകം ഉണ്ടെങ്കിൽ സ്വല്പം ചാണകം അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു. നമ്മുടെ കരിയില കമ്പോസ്റ്റ് ഉണ്ടല്ലോ, നേരത്തെ എടുത്തു വെച്ചേക്കുന്ന കരിയില കമ്പോസ്റ്റ് നോക്കി കണ്ടാൽ എന്താ നല്ല അടിപൊളിയാണെന്ന് കണ്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങോട്ട് ആക്കി വെച്ചിരുന്നാൽ നമ്മുടെ കൃഷിക്കൊക്കെ ഇനി അങ്ങോട്ട് മുമ്പോട്ട് നമുക്ക് കൃഷി ചെയ്യണമല്ലോ, അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് ഉപകരിക്കും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇടിച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കെട്ടിയങ്ങ് വെച്ചേക്കണം. നമുക്കിത് കെട്ടി വെക്കാം. അപ്പം നമ്മുടെ ചാക്ക് നിറച്ച് കഴിഞ്ഞ് കെട്ടിയും വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തോട്ട് എടുത്ത് വയ്ക്കാം. കണ്ടോ, എത്ര ആക്കിയിട്ട് ഒരു വെയിറ്റും ഇല്ല കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് വെച്ചേക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് 1-2 ഹോൾസ് ഇട്ട് കൊടുക്കാമേ. ഓക്കെ, മതി. ഇനി അവിടെ ഇരുന്ന് അങ്ങ് പൊടിഞ്ഞോളൂ. 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് അത് ഇവിടം വരെ എത്തും കേട്ടോ. എന്നിട്ട് ഇച്ചിരി ഒന്ന് താന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താണെന്ന് അറിയാമോ, എടുത്തൊന്ന് തിരിച്ചും കൂടെ വെച്ച് കൊടുക്കണം. മനസ്സിലായോ? ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ചെയ്താൽ മതി. ഇപ്പം ഇങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതേപോലെ മണ്ണ് ഒരുക്കി ഇട്ടേക്കുന്നതാണ്. നമ്മുടെ കരിയില കമ്പോസ്റ്റ് ഉണ്ട്, ചാണകപ്പൊടിയുണ്ട്, കോഴിവളമുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കമ്പോസ്റ്റ് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്രോ ബാഗിനകത്ത് നിറച്ചിട്ടുണ്ടല്ലോ. ഇഞ്ചി, മഞ്ഞൾ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നടുവാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല പൊറ്റ പിടിച്ച മാതിരി നമുക്ക് ഇഞ്ചിയും മഞ്ഞളുമൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നടാം. നമ്മുടെ പച്ചക്കറികൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും നടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചാക്കിനകത്ത് ഇരിക്കുന്ന ഒന്ന് തട്ടിയിട്ടിട്ട് കാണാം. എന്താ, എൻ്റെ കരിയില കമ്പോസ്റ്റാണ് ഈ ഇരിക്കുന്നത്. നമുക്കൊന്ന് തട്ടിയിടാം. നല്ല അടിപൊളിയായിട്ടായിരിക്കുന്നത് കണ്ടോ. നല്ല സൂപ്പർ വളമാണേ. അപ്പോൾ ഇതേപോലെ എല്ലാവരും അങ്ങോട്ട് ചെയ്യണം. നമുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്ത് രസമാണ് നോക്ക്. അപ്പോൾ ഇതേപോലെ എല്ലാവരും അങ്ങോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കരിയിലയൊക്കെ വാരി വെറുതെ കളയാതെ എല്ലാം കൂടെ അങ്ങ് കത്തിച്ച് ചാരമാക്കാതെ ഇതേപോലെയും കൂടെ കമ്പോസ്റ്റ് ആക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗിൻ്റെ വെയിറ്റും കുറയ്ക്കാം, നല്ല വിളവും നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ചേന, ചീനി, ചേമ്പ്, കാച്ചിൽ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങൾക്കും നമുക്ക് ഈ കരിയില കമ്പോസ്റ്റും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com എന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതിനും വിത്തുകളും അതുപോലെ തന്നെ ഗ്രോ ബാഗും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.